ഒരു കാര്യം വളരെ വ്യക്തമാണ്, അതിനകത്ത് കേരള കോൺഗ്രസ് എം എവിടെയുണ്ടോ അവിടെ ഭരണം ഉണ്ടാവും എന്നുള്ളതിന് വളരെ വ്യക്തമാണ് അല്ലേ. കേരള കോൺഗ്രസ് ഏത് മുന്നണിയിലാണോ ഭരണം അവർക്കായിരിക്കുമെന്ന് പ്രഖ്യാപിച്ച് ചെയർമാൻ ജോസ് കെ മാണി. പാർട്ടി എടുക്കുന്ന തീരുമാനം 5 MLA-മാരും ഒറ്റക്കെട്ടായി അനുസരിക്കുമെന്ന് കൂടി പറയുന്നുണ്ട് ജോസ്. ഇടതുമുന്നണിക്കൊപ്പം എന്ന് ആവർത്തിക്കുമ്പോഴും അതിൽ ഉറപ്പ് കുറവുണ്ടോ? പാർട്ടിയിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ടെന്ന് സമ്മതിക്കുന്നുണ്ട് കേരള കോൺഗ്രസ് ചെയർമാൻ. ഇടതുമുന്നണിയുടെ മധ്യമേഖലാ ജാഥ താൻ തന്നെ നയിക്കുമെന്ന് പറയുമ്പോഴും നീക്കുപോക്ക് വേണ്ടിവരും പാർലമെന്റ് സമ്മേളനം ആയതുകൊണ്ട് എന്ന എക്സ്ക്യൂസ് പറയുന്നുമുണ്ട്. ഇനിയും വിസ്മയം കാത്തിരിക്കേണ്ടതുണ്ടോ കേരള രാഷ്ട്രീയം? ഈ ചർച്ചയിൽ ഡോക്ടർ ജി ഗോപകുമാർ, രാഷ്ട്രതന്ത്ര വിദഗ്ധൻ, ശ്രീ എബ്രഹാം മാത്യു, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ശ്രീ നിസാം സെയ്ദ്, രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്രീ ജിൻഡോ ജോൺ, കോൺഗ്രസ് നേതാവ് എന്നിവർ. ആദ്യം ശ്രീ എബ്രഹാം മാത്യു, ലൈഫ് ബോയ് എവിടെയോ അവിടെയാണ് ആരോഗ്യം എന്ന് പറഞ്ഞതുമാതിരി കേരള കോൺഗ്രസ് എവിടെയോ അവിടെയാണ് ഭരണം എന്ന് ജോസ് കെ മാണി പ്രഖ്യാപിക്കുന്നുണ്ട്. അതിൽ പക്ഷേ വസ്തുതയുണ്ടോ? ജോസ് കെ മാണി പോയാലേ ഒരു മുന്നണിക്ക് ഭരണം കിട്ടൂ എന്ന അവസ്ഥ കേരള കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ആരോഗ്യം വെച്ചിട്ട് പറയാൻ പറ്റുമോ? ഇപ്പോൾ എനിക്ക് തോന്നുന്നു UDF ജോസ് കെ മാണിയെ സ്വാഗതം ചെയ്തതും പ്രതീക്ഷിച്ചതും ആ ഒരു ഉദ്ദേശത്തിൽ തന്നെയാണല്ലോ. മാത്രമല്ല, ഇപ്പം നമ്മൾ കുറച്ച് പുറകോട്ട് പോയാൽ ഇപ്പോൾ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി നേരിട്ട് ഇടപെട്ടാണല്ലോ കേരളത്തിലെ ഒരു പ്രാദേശിക കക്ഷിയുമായിട്ട് എഗ്രിമെൻ്റ് വെച്ചു മന്ത്രിസഭയിൽ ചേരാനായിട്ട്. അങ്ങനെ ഒരു ചരിത്രം നമ്മുടെ ഓർമ്മകളിൽ കടന്നു വരാവുന്നതാണ്. അപ്പോൾ അത്രത്തോളം പ്രാധാന്യം ഉണ്ടായിരുന്നു. ചന്ദ്രശേഖർ മന്ത്രിസഭയുടെ കാലത്ത് KM മാണിയെ ക്യാബിനറ്റ് റാങ്കിലേക്ക് കൊണ്ടുവരാൻ ശ്രമം നടന്നല്ലോ, ആ തീരുമാനമായല്ലോ. പിന്നീട് കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവ് അന്ന് കരുണാകരൻ അതിനെ അട്ടിമറിച്ചു എന്ന് KM മാണി തന്നെ ആത്മകഥയിൽ പറയുന്നുണ്ട്. അത് ഗതകാല പ്രൗഢിയുണ്ട്, പാരമ്പര്യമുണ്ട്, ശക്തിയുണ്ട്. പക്ഷേ ഇപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു പ്രസക്തി കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് 5 MLA-മാരുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ നോക്കൂ, കോട്ടയം പാർലമെന്റില്ല, പാലാ നിയമസഭാ നിയോജക മണ്ഡലമില്ല, പാലാ മുനിസിപ്പാലിറ്റിയില്ല, എന്തിന് ജോസ് കെ മാണിയുടെ സ്വന്തം വാർഡ് പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കേരള കോൺഗ്രസ്. അല്ല, ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ അതിപ്പോൾ കേരള കോൺഗ്രസിൻ്റെ മാത്രം ഒരു പിന്നോട്ട് പോക്ക് തിരിച്ചടിയായിട്ട് ഞാൻ കാണുന്നില്ല. പൊതുവെ ഇടതു മുന്നണിക്കുണ്ടായ പരാജയത്തിൻ്റെ ഒരു ഭാഗം അവരിൽ കൂടി നിക്ഷേപിക്കപ്പെട്ടു എന്നേ ഞാൻ കാണുന്നുള്ളൂ. കേരള കോൺഗ്രസിൻ്റെ പരമ്പരാഗതമായ വോട്ട് ബാങ്കുകൾക്ക് എവിടെ ഇളക്കം തട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ കാരണം ജോസ് കെ മാണി വന്ന ശേഷം ആ പാർട്ടി കുറച്ചുകൂടെ പ്രൊഫഷണലായി, കുറച്ചുകൂടി കെട്ടുറപ്പുള്ളതായി എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ KM മാണിയെ പോലെ എതിരാളികളെ പോലും ആലിംഗനം ചെയ്യുന്ന ഒരു പ്രവർത്തന ശൈലി അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ കേരള കോൺഗ്രസിൻ്റെ സുസംഘടിതമായിട്ടുള്ള പ്രാദേശിക ഘടകങ്ങൾ ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. അത് ജോസ് കെ മാണി ഒരു പ്രൊഫഷണലായിരുന്നു. അതിൻ്റെ ഒരു റിസൾട്ട് ഈ സംഘടനാ വൈഭവത്തിൽ അദ്ദേഹം കാണിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ താൻ കാണിക്കുന്ന സംഘടനാ വൈഭവം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ഒരുപക്ഷെ അദ്ദേഹത്തിന് സാധിക്കുന്നില്ലായിരിക്കും. ഏതായാലും ഇന്നത്തെ കേരള കോൺഗ്രസ്സുകളിൽ മാണി ഗ്രൂപ്പ് തന്നെയാണ് വളരെ സംഘടിതമായിട്ടുള്ളതും ജനപിന്തുണയുള്ളതും എന്തെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതും എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ഡോക്ടർ ജി ഗോപകുമാർ, കേരള കോൺഗ്രസ് ഏത് നിലയ്ക്കാണോ ഒരു തീരുമാനമെടുക്കുന്നത് ആ തീരുമാനത്തെ അനുകൂലിക്കും എല്ലാ MLA-മാരും, 5 MLA-മാരും എന്ന് ജോസ് കെ മാണി ഇന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇന്നലെ വന്ന വാർത്ത 2 MLA-മാർ, അതായത് മന്ത്രി റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും LDF-ൽ നിൽക്കണമെന്നും ബാക്കി 3 MLA-മാർ UDF-ൽ പോകണമെന്നുമുള്ള നിലപാടിലാണ് എന്നുള്ളതായിരുന്നു. അഥവാ ഒരു തീരുമാനം അങ്ങനെ എടുത്താൽ പിളർപ്പുണ്ടാകുമെന്ന സൂചനയായിരുന്നു വന്നിരുന്നത്. ഇത് ഏത് നിലയ്ക്കാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്? ഒരു ടൈം ബൈയിങ് സ്ട്രാറ്റജിയാണോ? കുറച്ചു കാലം കൂടി എന്തായാലും ഇവിടെ നിന്നേ പറ്റൂ, ഇല്ലെങ്കിൽ പാർട്ടി പിളരും എന്ന ഘട്ടത്തിൽ പുറത്തേക്ക് പോകാനുള്ള തീരുമാനം ജോസ് കെ മാണി അബോർട്ട് ചെയ്തതായിരിക്കുമോ? കേരള കോൺഗ്രസിൻ്റെ ചരിത്രം നമുക്ക് നന്നായിട്ടറിയാം. അതിൻ്റെ അധ്യക്ഷനായിരുന്ന KM മാണിയുടെ വളരെ സുവിശേഷം തന്നെ ഉണ്ടല്ലോ, വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്നു എന്ന് നമ്മളെപ്പോഴും പറയുന്നൊരു പാർട്ടിയാണ് കേരള കോൺഗ്രസ്. അത് എത്ര പ്രാവശ്യം പിളർന്നിട്ടുണ്ടെന്നോ യോജിച്ചിട്ടുണ്ടെന്നോ വീണ്ടും പിളർന്നിട്ടുണ്ടെന്നോ, ഇപ്പോൾ തന്നെ 4 ഫാക്ഷൻസ് ഉണ്ട്. ഈ 4 കൂടുതൽ ഫാക്ഷൻസ് ഉണ്ടാകാം. ഇവയെല്ലാം ഒരേ ശക്തിയിലല്ല കാണുന്നത്. പക്ഷേ എബ്രഹാം മാത്യു പറഞ്ഞതിനകത്ത് ഒരു വസ്തുതയുണ്ട്. ജോസഫ് ഗ്രൂപ്പിനേക്കാൾ സംഘടിതമാണ് മാണി ഗ്രൂപ്പ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ ജോസ് കെ മാണി തീരുമാനമെടുത്തിരിക്കുന്നത് അന്തിമമാണോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കേരള കോൺഗ്രസിനെ സ്വാധീനിക്കുന്ന പ്രത്യേകിച്ച് സാമൂഹ്യ ശക്തികൾ എന്ന് പറയുന്നതിനകത്ത് തീർച്ചയായിട്ടും ക്രൈസ്തവ സഭയുണ്ട്. അതിനകത്ത് ബിഷപ്പുമാർ പലരും തന്നെ ഇത്തവണ ഞങ്ങൾ UDF-നാണ് പിന്തുണ എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു.
അപ്പോൾ ഇതൊരു ജോസ് കെ മാണി ഒരു വിഷമവൃത്തത്തിലാക്കുകയല്ലേ ചെയ്യുന്നത്. ഞാനിത് മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ പാർട്ടി UDF വന്നില്ല എന്നുള്ളത് കൊണ്ട് ബിഷപ്പുമാർ UDF നിന്ന് LDF പോകാൻ പോകുന്നില്ല. അവർ UDF തന്നെ പിന്തുണയ്ക്കും. മാത്രമല്ല ഒരു ഭരണത്തിലേക്ക് കിട്ടുന്നൊരു അവസരം നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ അടുത്ത 5 കൊല്ലം പ്രതിപക്ഷത്തിരിക്കാം എന്നുള്ളതാണോ? ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. കേരള കോൺഗ്രസ്സിലെ ഏത് പാർട്ടി എടുത്താലും ഇവയൊന്നും ഒരു വലിയ ശക്തിയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ആ ചട്ടക്കൂടിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഭരണം കിട്ടുന്നത്. അതല്ലെങ്കിൽ 3% വോട്ട് കിട്ടുന്ന ഈ പാർട്ടികളൊക്കെ വലിയ ശക്തിയേ അല്ല. ഞാൻ ഉപപ്രാദേശിക പാർട്ടികളായിട്ടാണ് ഇവയെ കണക്കാക്കുന്നത്. ഇവർ മൈനർ എന്ന് പറയാൻ പറ്റില്ല, സബ് മൈനർ പാർട്ടീസായി മാറി. പാർട്ടികളെ മേജർ പാർട്ടിയാണെന്നും മീഡിയം സൈസ് പാർട്ടീസ് ആണെന്ന് പറഞ്ഞാൽ അതിന് താഴെ വരുന്ന മൈനറിനകത്തും വരുന്നില്ല, സബ് മൈനർ പാർട്ടികളാണ്. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന ബൈപോളാർ പൊളിറ്റിക്സിനകത്ത് അവർക്ക് സ്പേസ് ഉള്ളത് കൊണ്ടാണ് ഭരണത്തിൽ മാറി മാറി വരാനുള്ള അവകാശവും അവസരവും കിട്ടുന്നത്. ആ മുന്നണി ഫ്രെയിംവർക്കിനകത്ത് എവിടെ നിൽക്കണം എന്നുള്ളത് ഇത്തവണ ഒരു വിഷമവൃത്തത്തിലേക്ക് എത്തിക്കുന്നത്. കാരണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ വിധി കാണിക്കുന്ന പ്രവണത UDF അനുകൂലമാണെന്ന് പൊതുവെ എല്ലാവർക്കും അറിയാം. അപ്പോൾ UDF വന്നാൽ അത് UDF ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിലും എനിക്ക് തർക്കമില്ല. പക്ഷേ LDF നിന്നാൽ അത് LDF ഗുണം ചെയ്യുമോ ഇല്ലെങ്കിൽ LDF ഭരണം കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല എന്നുള്ള കാര്യം ജോസ് കെ മാണിക്കും അറിയാം. അതാണ് അവിടുത്തെ പ്രശ്നം. ശ്രീ നിസാം സയ്യിദ്, കേരള കോൺഗ്രസിൻ്റെ അണികൾ സ്വാഭാവികമായും UDF അണികളാണ്. UDF ഒരു സ്വാഭാവിക സഖ്യകക്ഷിയാണ് കേരള കോൺഗ്രസ് M. പക്ഷെ അതുകൊണ്ട് മാത്രം, സഭ പറഞ്ഞതുകൊണ്ടും അവർക്ക് തിരികെ UDF വരാൻ കഴിയുമോ? 6 കൊല്ലം മുമ്പ് അപമാനിതരായിട്ടാണ് അവർ പുറത്തുപോയത്. കോട്ടയം ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർക്കൊരു ഫെയർ ഡീൽ കിട്ടിയില്ല. പോട്ടെ, അവർ ട്രീറ്റ് ചെയ്ത രീതി എങ്ങനെയായിരുന്നു എന്നുള്ളത് ഓർമ്മയുണ്ടല്ലോ. അന്നത്തെ UDF കൺവീനർ ബെന്നി ബെഹന്നാൻ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് ഏകപക്ഷീയമായി ഞങ്ങൾ പറഞ്ഞു വിട്ടു എന്ന് പറയാണ് ചെയ്തത്. അത്ര ഓപ്പണായിട്ട് കേരള കോൺഗ്രസിനെ തള്ളിയിട്ട് ഹ്യൂമിലിയേറ്റ് ചെയ്തിട്ട് അവർക്ക് അപ്പുറത്ത് അഭയം കിട്ടി, ഡീസൻ്റ് ആയിട്ടുള്ള പരിഗണന കിട്ടി, ജോസ് കെ മാണിക്ക് രാജ്യസഭാ അംഗത്വം കിട്ടി, റോഷി അഗസ്റ്റിൻ മന്ത്രിയായി. അങ്ങനെ വളരെ മാന്യമായ പരിഗണന കിട്ടുന്ന ഒരിടത്ത് നിന്ന് മുമ്പ് അമാന്യമായ പരിഗണന ഉണ്ടായിരുന്ന ഇടത്തേക്ക് തിരിച്ചു പോകുമോ അവർ? അഭിലാഷ്, ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് കേരള കോൺഗ്രസ് ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് മാറി ഐക്യജനാധിപത്യ മുന്നണിയിലേക്ക് വന്നാൽ സംഭവിക്കാവുന്നത് എന്താണ് എന്നത് പരിശോധിക്കുന്നതായിരിക്കും. കേരള കോൺഗ്രസ് ഐക്യജനാധിപത്യ മുന്നണിയിലേക്ക് വന്നാൽ ഇടതുപക്ഷ മുന്നണിക്ക് ഒരു 3ാം അവസരം വീണ്ടും ലഭിക്കും എന്ന ഇടതുപക്ഷ മുന്നണിയിലെ പ്രവർത്തകർക്ക് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു നരേറ്റീവ് പൂർണ്ണമായും ഇല്ലാതാകും എന്നുള്ളതിൽ കവിഞ്ഞ് കേരള കോൺഗ്രസിൻ്റെ മുന്നണി മാറ്റം കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റങ്ങൾ എന്തെങ്കിലും സംഭവിപ്പിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. തിരിച്ചു വരാൻ ഇടതുപക്ഷ മുന്നണിക്ക് കഴിയും എന്നുള്ള എല്ലാ പ്രതീക്ഷകളും അതോടുകൂടി അവസാനിക്കും എന്നുള്ള സത്യമാണ്. പ്രവർത്തകരെ ഇടതുപക്ഷ മുന്നണിക്ക് അവരുടെ സ്വന്തം പ്രവർത്തകരെ ഇടതുപക്ഷ മുന്നണിക്ക് വിശ്വസിപ്പിക്കാൻ കഴിയില്ല. അതിനപ്പുറത്ത് കേരള കോൺഗ്രസുകളുടെ ശക്തിയെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ അമിതമായി ഊതി വീർപ്പിച്ചതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നമുക്കറിയാം, കേരള കോൺഗ്രസ് ഉണ്ടായ പ്രത്യേക സാഹചര്യം 1964 PT ചാക്കോയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന് കോൺഗ്രസിൽ നേരിടേണ്ടി വന്ന കയ്പ് നേറിയ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കേരള കോൺഗ്രസ് ഉണ്ടാകുന്നത്. PT ചാക്കോയ്ക്ക് ഉണ്ടായ അനുഭവങ്ങളെ പോലെ തന്നെ PT ചാക്കോ ജീവിച്ചിരുന്നെങ്കിൽ കേരള കോൺഗ്രസ് ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. PT ചാക്കോയുമായി ബന്ധപ്പെട്ട ഈ സംഭവങ്ങളോടൊക്കെ തന്നെ R ശങ്കറിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ കോൺഗ്രസിൽ അന്ന് നിലവിലിരുന്ന പിന്നോക്കക്കാരുടെ ഒരു മുന്നേറ്റത്തിനെതിരെ സവർണ വിഭാഗങ്ങളുടെ ഒരു പ്രതികരണം കൂടിയായിരുന്നു കേരള കോൺഗ്രസിൻ്റെ ജന്മം. ശ്രീ മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ നായർ സമുദായവും അതുപോലെ തന്നെ ക്രൈസ്തവ വിഭാഗങ്ങളും കോൺഗ്രസിൽ നിന്ന് മാറിയാണ് കേരള കോൺഗ്രസ് ഉണ്ടാകുന്നത്. 1967 ആകുമ്പോൾ തന്നെ R ശങ്കർ കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് മാറുമ്പോൾ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ നായർ സമുദായം ഏതാണ്ട് പൂർണ്ണമായും ഒത്തിരി വർഷം മുമ്പുള്ള ചരിത്രമല്ലേ. അതിനുശേഷം ഒരുപാട് വെള്ളം ഒഴുകിപ്പോയി. നമുക്കറിയാം, ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായി കേരള രാഷ്ട്രീയം. ഇപ്പോഴത്തെ അടിസ്ഥാന രാഷ്ട്രീയം എന്താ നോക്കൂ. ഇപ്പോ കേരള കോൺഗ്രസ് UDF വന്നു എന്ന് വിചാരിക്കുക, വെറുതെ അങ്ങ് വിചാരിക്കുക. കേരള കോൺഗ്രസ് UDF വന്നാൽ ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, ഇടുക്കി, പൂഞ്ഞാർ അടക്കമുള്ള ആ ബെൽറ്റുള്ളൂ. ഈവൻ നമ്മുടെ ഇപ്പോഴത്തെ വാസവന്റെ മണ്ഡലം പോലും ഏറ്റുമാനൂർ അടക്കം ഏതാണ്ട് LDF എഴുതിത്തള്ളിയ അവസ്ഥയിലേക്ക് പോകേണ്ടി വരും. കോട്ടയം ജില്ലയിൽ അല്ലെങ്കിൽ മധ്യ കേരളത്തിലൊരു സമ്പൂർണ്ണ വിജയത്തിലേക്ക് UDF എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. പക്ഷേ LDF ഇവർ നിൽക്കുന്നത് എങ്കിൽ അവിടെ ഒരു ഫൈറ്റിംഗ് ചാൻസ് വരെയാണ്.
ഒരു പക്ഷേ ഈ മണ്ഡലങ്ങളൊക്കെ റീറ്റേൺ ചെയ്യാം. അപ്പോൾ കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റം ഒരു പ്രതിഫലനവും ഉണ്ടാക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ചോദ്യത്തിന്റെ അടിസ്ഥാനം 2021 തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന് ഉണ്ടായ വിജയത്തെ അടിസ്ഥാനമാക്കിയാണ്. 2021 തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനുണ്ടായ വിജയം ആ പാർട്ടിയുടെ ശക്തി കൊണ്ടാണ് എന്ന് ഞാൻ ധരിക്കുന്നില്ല. കേരളത്തിൽ ആകമാനം പൊതുവെ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായ ഒരു മുസ്ലിം വിരോധം, ആ മുസ്ലിം വിരോധം സ്വാഭാവികമായി ഉണ്ടായതല്ല, അതിനൊരു ചരിത്രമുണ്ട്. അത് പിന്നീട് അവസരത്തിൽ ഞാൻ പറയാം. ആ വികാരത്തിൻ്റെ UDF മുന്നണി എന്നത് മുസ്ലിം ലീഗ് നിയന്ത്രിക്കുന്ന ഒരു മുന്നണിയാണെന്നും മുസ്ലിം ലീഗിനെ നിയന്ത്രിക്കുന്നത് മുസ്ലിങ്ങളിലെ തീവ്രവാദ വിഭാഗങ്ങളാണെന്നും UDF അമീർ കുഞ്ഞാലിക്കുട്ടി ഹസൻ മുന്നണിയാണെന്നുമുള്ള CPMന്റെ വ്യാപകമായ ഒരു പ്രചരണത്തോടുകൂടി കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ഒരു മുസ്ലിം വിരുദ്ധ വികാരം ഉണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. ആ മുസ്ലിം വിരുദ്ധ വികാരത്തെ UDF വിരുദ്ധ വികാരമായി മാറ്റുന്നതിൽ CPM വളരെയധികം ഒരു വലിയ തോതിൽ വിജയിക്കുകയും ചെയ്തു. ആ ഒരു വികാരത്തിൻ്റെ ഭാഗമായാണ് കേരള കോൺഗ്രസിന് ഈ മേഖലകളിലൊക്കെ വിജയമുണ്ടായത്. ആ വികാരം തണുക്കുന്നതോടുകൂടി ഏതാണ്ട് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പോട് കൂടി തന്നെ കേരള കോൺഗ്രസ് ജോസ് കെ മാണിയുടെ ശക്തി എന്ന് പറയുന്നത് യാഥാർത്ഥ്യബോധത്തിൽ അടിസ്ഥാനമാക്കിയുള്ളതല്ല എന്ന് വ്യക്തമായിരുന്നു. കേരള കോൺഗ്രസിന് ശക്തിയുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന അകലക്കുന്നം, അയർക്കുന്നം പഞ്ചായത്തിലൊക്കെ വളരെ വലിയ തോതിൽ UDF സ്ഥാനാർത്ഥി ലീഡ് ചെയ്തു. അതിനുശേഷം വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ തോമസ് ചാഴികാടൻ വലിയ പരാജയമാണ് കോട്ടയം അസംബ്ലിയിൽ ഏറ്റുവാങ്ങിയത്. തുടർന്ന് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എന്താണെന്ന് നമുക്കെല്ലാം അറിയാം. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട എന്ന കേരള കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളാണെന്ന് വിവക്ഷിക്കുന്ന എല്ലാ മേഖലകളിലും ജില്ലാ പഞ്ചായത്ത് കോൺഗ്രസ് പിടിച്ചെടുത്തു. കോട്ടയം ജില്ലയിലെ എല്ലാ മുനിസിപ്പാലിറ്റിയും കോൺഗ്രസ് പിടിച്ചെടുത്തു. എല്ലാ പഞ്ചായത്തുകളിൽ വലിയ മുന്നേറ്റമുണ്ടാക്കി. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് കേരള കോൺഗ്രസിൽ നിലയുറപ്പിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ക്രൈസ്തവ ജനവിഭാഗങ്ങൾ അവരുടെ സ്വാഭാവികമായ സഖ്യകക്ഷിയായ കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തിയ എന്നുള്ളതാണ്. സഭാ നേതാക്കന്മാർ തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് അവർ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനോട് പറയുന്നത്, നിങ്ങൾ ഞങ്ങളോട് UDFനോടൊപ്പം പോയാലും ഇല്ലെങ്കിലും ഞങ്ങൾ UDFനോടൊപ്പമാണ്, ഞങ്ങൾ UDFന് പിന്തുണ. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. കേരളത്തിലെ രാഷ്ട്രീയത്തിലെ നരേറ്റീവുകളെ തീരുമാനിക്കുന്നത് ചെറിയ കക്ഷികളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചെറിയ കക്ഷികൾ മുന്നണി മാറുന്നതും മാറാത്തതും കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളെ ആത്യന്തികമായി സ്വാധീനിക്കുന്നില്ല. നമുക്കറിയാം, RSP കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് UDFലേക്ക് വന്നു. RSPയുടെ വരവ് UDFനെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിച്ചോ? കേരളത്തിലെ ഒരു പൊതുവായ വികാരത്തിനനുസരിച്ച് കൊല്ലം ജില്ലയിലും ഫലമുണ്ടായി. കേരളത്തിൽ ഈ പ്രാവശ്യമുണ്ടായ പൊതുവായ വികാരം എന്താണോ അതായിരിക്കും കോട്ടയം ജില്ലയിലും പ്രതിഫലിക്കുന്നത്. അത് കേരള കോൺഗ്രസിന്റെ വരവോ പോക്കോ കൊണ്ടായിരിക്കുകയില്ല. കേരള കോൺഗ്രസ് തീരെഴുതി നൽകിയിരുന്ന ഒട്ടേറെ മേഖലകളിൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ സംഘടന വളർത്താൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ ഇനിയിപ്പോൾ കോൺഗ്രസ് വീണ്ടും കേരള കോൺഗ്രസിന് വിട്ടുകൊടുക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമായിരിക്കും. ശരി, ഓക്കെ, അതാണ് താങ്കളുടെ പോയിന്റ്. കോൺഗ്രസ് നേതാക്കൾ ആ വികാരം മുമ്പ് പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ കേരള കോൺഗ്രസ് പോയി കഴിഞ്ഞപ്പോൾ അയ്യോ ഇവർ പോയതാണല്ലോ തോൽവിക്കിടയാക്കിയതെന്ന് പരിതപിച്ചിട്ടുണ്ട്. ഞാൻ ആ പോയിന്റിലേക്ക് മടങ്ങിയെത്തും നിശ്ചയമായും. ശ്രീ ജിൻഡോ ജോൺ, സാധാരണ നിലയിൽ കേരള കോൺഗ്രസ് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ പറയുന്ന സ്ഥിരം ഉപമ എന്ന് പറയുന്നത് വളരെ സുന്ദരിയായ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ നാട്ടിലുള്ള എല്ലാവർക്കും താല്പര്യം ഉണ്ടാവുമല്ലോ, അതുപോലെ എല്ലാവരും ഞങ്ങളെ സമീപിക്കുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ അത് പറഞ്ഞിട്ടില്ല. പകരം ജയം ഞങ്ങളുണ്ടെങ്കിലേ ഉണ്ടാവൂ എന്നുള്ളത് കൊണ്ട് ഞങ്ങളെ ആളുകൾ സമീപിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആ തരത്തിൽ കോൺഗ്രസോ UDFോ ഒക്കെ ഒരു ഡെസ്പറേഷൻ കാണിക്കേണ്ടതുണ്ടോ? തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി കാര്യങ്ങളൊക്കെ സെറ്റാണ്, UDF വീണ്ടും അധികാരത്തിലേക്ക് തിരികെ വരാൻ ഒരുങ്ങുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് കേരള കോൺഗ്രസിനെ കിട്ടിയാലേ അധികാരം ഉണ്ടാവൂ എന്ന് പറഞ്ഞ് കേരള കോൺഗ്രസിന്റെ പിറകെ നടക്കേണ്ട അവസ്ഥയുണ്ടോ? അങ്ങനെ ഒരു അവസ്ഥ നിലവിലെ UDFന് ഇല്ല. പക്ഷേ UDFിലേക്ക് വരാൻ താല്പര്യമുള്ള കക്ഷികൾക്ക് വരാം, അതിനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ UDFിലുള്ള എല്ലാ കക്ഷികളും ഒറ്റക്കെട്ടായി നിന്ന് ഒന്നിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ റിസൾട്ടും ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ മിന്നുന്ന വിജയം കിട്ടിയത്. ഇപ്പോൾ ഓരോ പാർട്ടിക്കും UDFിലും LDFിലും ഓരോ പാർട്ടിക്കും കിട്ടിയ സീറ്റുകളുടെ എണ്ണവും മത്സരിച്ച സീറ്റുകളുടെ എണ്ണവും ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാകും. അപ്പോൾ അതിനപ്പുറത്തൊരു യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്താൽ തോൽക്കാൻ പോകുന്ന
പിണറായി മുന്നണിയിൽ നിൽക്കണോ, ജയിക്കാൻ പോകുന്ന UDF നിൽക്കണോ എന്നുള്ളതൊക്കെ ഓരോ കക്ഷികളുടെയും താല്പര്യമാണ്. അവർ നിലവിൽ അപ്പുറത്ത് നിൽക്കുന്ന ഒരു കക്ഷി എന്നുള്ള നിലയ്ക്ക് അവരുമായിട്ട് ഔദ്യോഗികമായിട്ട് യാതൊരു ചർച്ചകളും നടത്തിയിട്ടില്ല. അതിനപ്പുറത്ത് വ്യക്തിപരമായി പലരും തമ്മിലുള്ള സൗഹൃദ സംഭാഷണങ്ങൾ നടന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും വ്യക്തമായി എനിക്കറിയില്ല. നിലവിൽ ഇതുവരെ അങ്ങനെ ആരും സമ്മതിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. ജോസ് കെ മാണി പോലും അങ്ങനെ സംഭവിച്ചിട്ടില്ല, അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ അതിൽ ബാക്കിയെല്ലാം ഊഹാപോഹങ്ങളും ചിലരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളും ഒക്കെയാണ്. അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് UDF സംബന്ധിച്ചിടത്തോളം ജയിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. കൃത്യമായിട്ട് ഞങ്ങളുടെ ജയം ഈ സർക്കാർ വിരുദ്ധ വികാരത്തിന്റെ മാത്രം ജയമാണെന്ന് ഞങ്ങൾ തെറ്റിദ്ധരിക്കുന്നില്ല. സാധാരണക്കാരെ കൊള്ളയടിക്കുമ്പോൾ ആയിഷ പൂറ്റി വന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. UDF LDF നിന്നുള്ള ഘടകകക്ഷികൾ, ഈ ഒരു ഘടകകക്ഷിയുടെ മാത്രം കാര്യമല്ല, വരുമെന്ന് പ്രചരിപ്പിക്കപ്പെടുന്നു. നിങ്ങൾ ഈസിയായി ജയിക്കുന്ന ഒരു കേക്ക് വാക്കായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് എങ്കിൽ പിന്നെ മറ്റുള്ളവർ വന്ന് ചേരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പരമാവധി നിങ്ങളുടെ ആളുകൾക്ക് സീറ്റ് ഉറപ്പാക്കിയാൽ പോരെ? അല്ല, ഞങ്ങൾ ഈസി ആയിട്ട് ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഈ സമീപകാലത്ത് നടന്നിട്ടുള്ള ബൈ ഇലക്ഷൻസ് നോക്കാം, ലോക്കൽ ബോഡി ഇലക്ഷൻ നോക്കാം, ലോക്സഭാ ഇലക്ഷൻ നോക്കാം, നിയമസഭയിലെയും ലോക്സഭയിലെയും ബൈ ഇലക്ഷൻസ് നോക്കാം. ഏത് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടും എടുത്തോട്ടെ, കഴിഞ്ഞ 5 കൊല്ലത്തിനുള്ളിൽ ഏത് റിസൾട്ടും എടുത്തോട്ടെ, ഞങ്ങൾക്ക് കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ ജയിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ ഐഷ പൂറ്റി കോൺഗ്രസിലേക്ക് വന്നു, വ്യക്തികൾ വന്നു. ഇപ്പോൾ CK ജാനുവിനെ പോലുള്ള ആളുകൾ UDF വരുന്നു. അപ്പോൾ വ്യക്തികൾ വരും, ചിലപ്പോൾ ചില പാർട്ടികൾ വരും, ചില സിവിൽ സൊസൈറ്റികൾ കോൺഗ്രസിനോടും UDF ചേരാൻ താല്പര്യപ്പെടും. അപ്പോൾ UDF എന്ന് പറഞ്ഞാൽ ഇത് മുന്നണി വിപുലീകരിക്കുമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ടിയെ അപ്പാടെ അപ്പുറത്ത് നിന്ന് അടർത്തിക്കൊണ്ടുവന്ന് ഇപ്പുറത്ത് ചേർക്കണമെന്നൊന്നും ഞങ്ങൾക്ക് ഒരു നിർബന്ധവും ഇല്ലെന്നേ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള സംഘടനാ സംവിധാനം വെച്ചിട്ട് UDF കോൺഗ്രസും അതിശക്തമായിട്ട് തന്നെ ജയിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിലാണ് മത്സരിക്കുന്നത്. 100-ലധികം സീറ്റിന്റെ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് എത്താൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങളോടൊപ്പം നിൽക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക്, അപ്പുറത്ത് ശ്വാസം മുട്ടി നെടുവീർപ്പിട്ട് പല്ല് കടിച്ച് വിഷമം കഴിച്ച് നിൽക്കുന്ന ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർക്കും വരാം. അവർക്ക് മുമ്പിൽ വാതിലടക്കില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് കരഞ്ഞ് അവരുടെ കൈകാലം പിടിക്കാൻ ഞങ്ങൾക്കാർക്കും നേരമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ട പ്രക്രിയയിലാണ് ഞങ്ങൾ. ശരി, ഓക്കെ. ശ്രീ എബ്രഹാം മാത്യു, ഇതിനോടകം തന്നെ കേരള കോൺഗ്രസിന്റെ ശക്തി സ്രോതസ്സായ സോഷ്യൽ ഗ്രൂപ്പുകൾ UDF അവരുടെ സ്വാഭാവിക അഭയസ്ഥാനം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി കേരള കോൺഗ്രസ് എന്നൊരു പാർട്ടിയുടെ വരവ്, അതിന് അവരുടെ പിന്തുണയ്ക്കിനി ആവശ്യമില്ല എന്ന മട്ടിലാണ് UDF കാര്യങ്ങളെ കാണുന്നത് എന്ന് തോന്നുന്നു. കേരള കോൺഗ്രസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് LDF എന്ത് ആഡഡ് അഡ്വാൻറ്റേജ് ആണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക? അഭിലാഷ്, എനിക്ക് പറയാനുള്ളത് 2 കാര്യങ്ങളാണ്. ഈ കേരള കോൺഗ്രസ് ഇത്രത്തോളം ദുർബലമായ ഒരു രാഷ്ട്രീയ സംവിധാനമാണെങ്കിൽ ഇത്തരം ഒരു ചർച്ചയ്ക്ക് പോലും പ്രസക്തിയില്ലല്ലോ. മാത്രമല്ല, കേരള കോൺഗ്രസിൻ്റെ പ്രസക്തിയെക്കുറിച്ച് പറയേണ്ടത് ഇപ്പോൾ KC വേണുഗോപാലും BD സതീശനുമാണ്. അവർ കേരള കോൺഗ്രസ് UDF വരാൻ ഞങ്ങൾ താല്പര്യപ്പെട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുമോ? അപ്പോൾ കോൺഗ്രസിൻ്റെ എല്ലാ വാതിലുകളും അവർ തുറന്നിട്ടിരുന്നു എന്നുള്ളത് സത്യമാണ്. കേരള കോൺഗ്രസ് പോകാൻ തീരുമാനമെടുത്തിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യവും. മറ്റൊന്നിവിടെ സംഭാഷണ മധ്യേ പറഞ്ഞ ഒരു നിരീക്ഷണം ഞാൻ ശ്രദ്ധിച്ചു. കോൺഗ്രസിൻ്റെ സ്വാഭാവിക സഖ്യകക്ഷികളാണ് ക്രൈസ്തവർ എന്ന് പറയുകയുണ്ടായി. അങ്ങനെ ഈ ക്രിസ്ത്യാനികളെല്ലാം കോൺഗ്രസിൻ്റെ ഭാഗമാണോ? എനിക്കത് അവിശ്വസനീയമായിട്ട് തോന്നുന്ന ഒരു വിചിത്രമായ വാദമാണ്. അല്ല, ഈ വിമോചന സമര കാലം മുതൽ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞാൽ ദൈവമില്ലാത്ത അല്ലെങ്കിൽ ദൈവത്തെ ദ്രോഹിക്കുന്ന ആളുകളാണ് എന്നുള്ള നിലയിലുള്ള ഒരു നറേറ്റീവിൽ ക്രൈസ്തവർ ബഹുഭൂരിപക്ഷം, എല്ലാവരും ബഹുഭൂരിപക്ഷം എല്ലാ കാലത്തും UDF വോട്ട് ചെയ്ത് വന്നിരുന്നു. അല്ല, അങ്ങനെ ഒരു നറേറ്റീവിൻ്റെ അത്ര ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ ശാസ്ത്രീയമല്ലെന്നാണ് പറയുന്നത്. കാരണം 65 തൊട്ട് 75 വരെയുള്ള കാലഘട്ടത്തിൽ ഈ കേരള കോൺഗ്രസ് തന്നെ കോൺഗ്രസിനോട് ഫൈറ്റ് ചെയ്താണ് ശക്തി പ്രാപിച്ചത്. ആ 10 വർഷക്കാലം ഫൈറ്റിൻ്റെ കാലഘട്ടമായിരുന്നു, വലിയ തോതിലുള്ള സമരത്തിൻ്റെ കാലഘട്ടമായിരുന്നു, ഏറ്റുമുട്ടലിൻ്റെ കാലഘട്ടമായിരുന്നു. മറ്റൊന്ന്, ഈ കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് ഇല്ലാത്തതിൻ്റെ തിക്തഫലം UDF അനുഭവിച്ചല്ലോ. കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടായല്ലോ. കോട്ടയത്തെ കുറേ പ്രാദേശിക നേതാക്കന്മാർ കൂടിയാണ് ബെന്നി ബെഹനാൻ്റെ തിയറിക്ക് മുതൽക്കൂട്ടായതെന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത്. എന്തെങ്കിലും ആയിക്കോട്ടെ. മറ്റൊന്ന്, ഈ കേരളത്തിലെ ഈ ക്രിസ്ത്യൻ മുസ്ലിം ഡിവിഷൻ വളരെ ശക്തമാണ് എന്ന രീതിയിൽ ഒരു പരാമർശം ഞാൻ കേട്ടു. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഡിവിഷൻ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ചർച്ചകൾ പൊതുവെ. അങ്ങനെയാണെങ്കിൽ ഈ മലപ്പുറത്ത് ഇത്തവണ UDF വലിയ മേൽക്കൈ ഉണ്ടായി. കുടിയേറ്റ മേഖലകളിൽ തന്നെ ലീഗ് സ്ഥാനാർത്ഥികൾ ജയിച്ചു. അപ്പോൾ ഈ കുടിയേറ്റ മേഖലകളിലെ ക്രൈസ്തവർ
ഈ മുസ്ലിം പേരുള്ള ആളുകൾക്ക് വോട്ട് ചെയ്തില്ലേ? അപ്പോൾ അങ്ങനെ ഒരു ഡിവിഷൻ നമ്മുടെ നാട്ടിനുള്ളതായിട്ട് എനിക്ക് അല്ല, അദ്ദേഹം 2021 ഉദാഹരണമാണ്. ഇപ്പൊ ആ ഡിവിഷൻ മാഞ്ഞു പോയി. ഇപ്പൊ അങ്ങനെ ഒരു ഡിവിഷൻ ഇല്ല. യഥാർത്ഥത്തിൽ ഈ ക്രൈസ്തവ മുസ്ലിം ഡിവിഷൻ ഉണ്ടാവേണ്ട കാര്യം ഇപ്പോൾ തിയോളജിസ്റ്റുകൾ പോലും അത്തരത്തിലുള്ള ഒരു ചിന്തയിൽ നിന്ന് മാറിക്കഴിഞ്ഞു. കാരണം അബ്രഹാം എന്ന പേരുള്ള ആ ഒരു ആദ്യ പിതാവിൻ്റെ രണ്ട് ധാരകൾ ആണ് ഈ രണ്ട് സമുദായങ്ങൾ, രണ്ട് മതങ്ങളും. ആ രണ്ട് മതങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം നമ്മുടെ നാട്ടിലുണ്ടാകുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷേ മുസ്ലിം ക്രൈസ്തവ ഭിന്നത ഇന്ന് നിലനിൽക്കുന്നുണ്ടെന്നുള്ള പരാമർശം ഒട്ടും ഈ രാഷ്ട്രീയ വിശകലനത്തിൽ അപ്രസക്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന്, ഈ കേരള കോൺഗ്രസിൻ്റെ പ്രസക്തി ഏറ്റവും കൂടുതൽ ഇപ്പോൾ തിരിച്ചറിയുന്നത് കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണല്ലോ സോണിയാഗാന്ധി വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മാധ്യമ റിപ്പോർട്ടുകൾ വന്നത്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒരു ഫീഡ്ബാക്ക് ഇല്ലാതെ സോണിയാഗാന്ധി കേരളത്തിലെ ഒരു പ്രാദേശിക കക്ഷി നേതാവിനെ ഇക്കാര്യത്തിന് ഫോണിൽ വിളിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷിയാണല്ലോ ഞങ്ങൾ എന്നൊക്കെ ഇന്ന് പറയുന്നുണ്ട്. ഇവിടെ നേരത്തെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അല്ല, നേരത്തെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പോൾ തന്നെ കേരള കോൺഗ്രസ് കയ്യിൽ വെച്ചിരിക്കുന്ന ചങ്ങനാശ്ശേരി, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി അടക്കമുള്ള മണ്ഡലങ്ങളുണ്ട്. ഇടുക്കി തീർച്ചയായിട്ടുണ്ട്, റാന്നിയുണ്ട്. നമുക്ക് കഴിഞ്ഞ തവണ പത്തനംതിട്ടയിലെ 100% സീറ്റുകളും LDF ജയിച്ചു. ഇടുക്കിയിൽ ഒന്നൊഴിച്ച് ബാക്കിയെല്ലാം ജയിച്ചു. കോട്ടയത്ത് മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു. ഈ 3 ജില്ലകളെ എടുത്തു കഴിഞ്ഞാൽ സ്ട്രൈക്ക് റേറ്റ്, LDFനെ സംബന്ധിച്ച് സ്ട്രൈക്ക് റേറ്റ് അവരുടെ ഏറ്റവും മികച്ചതാണ് എന്ന് പറയാവുന്ന ഒരു സെനാരിയോ ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഇത്തവണ ആവർത്തിക്കപ്പെടാൻ സാധ്യതയില്ല. കേരള കോൺഗ്രസ് കൂടി പോവുകയാണെങ്കിൽ, കേരള കോൺഗ്രസ് ഇടതു മുന്നണി വിട്ട് പോവുകയാണെങ്കിൽ ഈ 3 ജില്ലകളെ എടുത്താൽ അതിന് നേരെ തലകുത്തനെയുള്ള കാഴ്ച നമ്മൾ ഇത്തവണ കാണേണ്ടി വരില്ലേ? അല്ല, ഞാൻ അത്തരം ഒരു പ്രയോജനത്തിലേക്ക് പോകുന്നില്ല. മറിച്ച് കേരള കോൺഗ്രസ് ഉണ്ടെങ്കിൽ അത് ഏത് മുന്നണിക്കും പ്രയോജനകരമാവും എന്നുള്ളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് തെളിയിച്ചതാണ്. അത് ഇത്തവണയും അതിൻ്റെ ആനുകൂല്യം ഉണ്ടാകുക ഇടതുമുന്നണിക്ക് തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. അപ്പോൾ രാഷ്ട്രീയമായിട്ട് കേരള കോൺഗ്രസിനെ കുറച്ച് കാണിക്കുന്നത് ഒട്ടും ശരിയല്ല. കാരണം ആ പാർട്ടി മറ്റ് പല, നേരത്തെ ഡോക്ടർ ഗോപകുമാർ പറഞ്ഞതുപോലെ ഉപരാഷ്ട്രീയ കക്ഷികൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ, പ്രാദേശിക കക്ഷികൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചലനാത്മകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മാണി ഗ്രൂപ്പ് എന്നുള്ളതിനകത്ത് യാതൊരു തർക്കമില്ല. അവിടെ ശ്രീ ഡോക്ടർ ഗോപകുമാർ, കേരള കോൺഗ്രസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരുപോലെ എന്ന് UDFന് ഉറച്ചു പറയാൻ കഴിയുമോ? ശരിയാണ്, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോട്ടയം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും ഇടുക്കി ജില്ലയിലും 3 ജില്ലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. പക്ഷേ നമ്മൾ കോട്ടയം ജില്ലയെ സൂക്ഷ്മമായി വിലയിരുത്തുകയാണെങ്കിൽ ഈ വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ 1% വ്യത്യാസം പോലും LDFും UDFും തമ്മിലില്ല. ടോട്ടൽ വോട്ടിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ അവർക്ക് മൊത്തത്തിലുള്ള പിക്ചർ നോക്കുമ്പോൾ നമ്പേഴ്സ് കൂടുതലുണ്ട്. കേരള കോൺഗ്രസ് ഒന്നും ഒരു പ്രശ്നമില്ല എന്ന മട്ടിൽ UDF പോവുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം പരമ്പരാഗതമായി തന്നെ കത്തോലിക്ക വോട്ടുകൾ അതിൻ്റെ ഒരു ഘടന ഒക്കെ പരിശോധിക്കുമ്പോൾ കേരള കോൺഗ്രസ് അവിടെ വിജയിച്ചിട്ടുള്ള ചരിത്രമുണ്ടെന്ന് മാത്രമല്ല ഈ പേഴ്സണൽ റാപ്പോയും വളരെ പ്രധാനമാണ്. ഇപ്പോൾ റോഷി അഗസ്റ്റിൻ ഇടുക്കിയിൽ റോഷിയെ തോൽപ്പിക്കാനുള്ള ഒരു കാൻഡിഡേറ്റ് വേറെ UDFനുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അദ്ദേഹം LDFലാണെങ്കിൽ. അതുപോലെ തന്നെ N ജയരാജന്റെ കാൻഡിഡേച്ചർ. അപ്പോൾ ചങ്ങനാശ്ശേരിയിൽ ജോബ് മൈക്കിളിനെ തോൽപ്പിക്കാൻ പറ്റുന്ന വിധത്തിൽ ഇനിയിപ്പോൾ ഏത് രാഷ്ട്രീയ സെനാരിയോയിലും വേറൊരാളെ ഫീൽഡ് ചെയ്യാൻ വേണ്ടി UDFനുണ്ടോ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ മാണി കോൺഗ്രസ് വന്നാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഒരുപോലെ കാണുന്നു എന്ന UDFന്റെ തിയറി ശരിയാവുമോ? കോൺഗ്രസും UDFും അമിത വിശ്വാസത്തിലേക്ക് പോകരുതെന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. നമുക്ക് അറിയാവുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. 2011 അമിത പ്രതീക്ഷയുമായിട്ട് UDF ജയിക്കും, 5 വർഷം കഴിഞ്ഞുള്ള മാറ്റം വരുന്നു, സ്വാഭാവികമായിട്ട് ജയിക്കും എന്ന് എല്ലാവരും, ഗവേഷണങ്ങൾ പോലും അങ്ങനെ വന്നിട്ട് വെറും 2 സീറ്റിൻ്റെ ഭൂരിപക്ഷം കഷ്ടിച്ച് കിട്ടിയ ഒരു തിരഞ്ഞെടുപ്പ് UDFനുണ്ട്. അമിത ആത്മവിശ്വാസം നല്ലതല്ല. പഞ്ചായത്തിൽ വന്നത് നമുക്ക് നന്നായിട്ടറിയാം, ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. അതിനകത്ത് സ്വർണ്ണക്കൊള്ളയും ഉണ്ട്. അത് ഈ രാഷ്ട്രീയത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ സാഹചര്യങ്ങളുടെ നിലപാടനുസരിച്ച് വ്യത്യാസമുണ്ടാകും. ഇപ്പോൾ 100 ദിവസം കഴിഞ്ഞ് നടക്കുന്നൊരു തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലം എത്തുമ്പോൾ ശബരിമല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതേ ടെമ്പോയിൽ നിൽക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുമോ? മാത്രമല്ല, ഇടതുപക്ഷത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുതെന്നാണ് ഞാൻ വീണ്ടും പറയുന്നത്. 2011 അസംബ്ലി തിരഞ്ഞെടുപ്പ് തന്നെ അതിന് ഏറ്റവും നല്ല ഉദാഹരണം. പിന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കണക്കുകളൊന്നും ഇവിടെ പറയണ്ട. ലോക്സഭയിൽ ജയിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അത് ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തി അവിടെ മോദി വിരുദ്ധ വികാരം ശക്തപ്പെട്ട് ന്യൂനപക്ഷങ്ങളുടെ ക്രോഡീകരണം ഒരുമിച്ച് വരുമ്പോൾ ഇടതുപക്ഷത്തിൽ പോലും ഒരു വിഭാഗം UDFനെ സഹായിച്ചിട്ടുണ്ടാകാം.
കാരണം ഇടതുപക്ഷം കേന്ദ്രത്തിലൊന്നുമല്ലല്ലോ ദേശീയ രാഷ്ട്രീയത്തിന്. അതിനെ വെച്ചുകൊണ്ട് അതുപോലെ ആവർത്തിക്കുമെന്ന് പറയുന്നതിനേക്കാൾ പഞ്ചായത്താണ് കുറച്ച് നമുക്ക് അടുത്ത് നിൽക്കുന്നത്. ആ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ UDF ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, അത് 100% സത്യമാണ്. പക്ഷേ അമിത വിശ്വാസത്തിലേക്ക് പോകുന്നത് ശരിയാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പ്രത്യേകിച്ച് BJPയുടെ NDA കുറേ വോട്ടുകളൊക്കെ തെറ്റിക്കാനും ഒരുപക്ഷെ കൂടുതൽ സ്വാധീനിക്കാനുമൊക്കെ കഴിയുമ്പോൾ കുറച്ചൊക്കെ മാറ്റങ്ങൾ രാഷ്ട്രീയത്തിൽ ബൈപോളാർ പൊളിറ്റിക്സ് പഴയ കാലത്തെ ബൈപോളാറിലാണെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം ഇത് UDFന് 100% തിരിച്ചുവരവുണ്ടാകും എന്ന് പറയാം. പക്ഷേ ഇങ്ങനെ ഒരു ട്രയാങ്കുലർ ഫൈറ്റ് പല മണ്ഡലങ്ങളിൽ വരും. ഒരുപക്ഷെ ഇടുക്കിയിൽ BJP ഒരു ഫാക്ടർ അല്ലായിരിക്കാം. പക്ഷേ മറ്റ് ജില്ലകളിൽ ഇപ്പോൾ ആലപ്പുഴയും കോട്ടയത്തും മറ്റ് തൃശ്ശൂറും ഒക്കെ കുറച്ച് സ്വാധീനമുള്ള സാഹചര്യങ്ങൾ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിൽക്കുമ്പോൾ ഉറപ്പിച്ച് UDF എല്ലാ മേഖലയിലും ഒരു തൂത്തുവാരുന്നൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് പറയരുത്. അത് നേതൃത്വം അങ്ങനെ പറയും, അണികളെ ആത്മവിശ്വാസം നൽകാൻ 100 സീറ്റ് ഉറപ്പിച്ച് പറയുന്നുണ്ട്, പറയട്ടെ. പക്ഷേ അതേസമയം മാണി ഗ്രൂപ്പ് വരുന്നതിന് എതിർപ്പില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള വിളിച്ചു എന്നുള്ളതിൻ്റെ അർത്ഥത്തിലാണ്. ഇവിടെ അവസരവാദിത്വമാണെന്ന് പറഞ്ഞാലും ഇല്ലെങ്കിലും മുന്നണി രാഷ്ട്രീയം ഇടതും വലുതും എന്നൊക്കെ പറഞ്ഞാലും ഇതിൽ കക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിൻ്റെ പിന്നിൽ വലിയ ഐഡിയോളജി ഒന്നുമില്ല. അത് നമുക്കറിയാം. പിന്നെ പ്രേമേന്ദ്രൻ കൊല്ലത്ത് മാറിയപ്പോൾ അതിൻ്റെ ഗുണം UDFന് പരോക്ഷമായിട്ടുണ്ടായി. അന്ന് പിന്നെ പ്രേമേന്ദ്രൻ ലോക്സഭയിലേക്ക് ജയിച്ചതും പിന്നീടുണ്ടായ ചില ഗുണങ്ങളുമൊക്കെ ഒരു ചെറിയ ലെവലിലെങ്കിലും ഒരു കൊച്ചു പാർട്ടി, സബ്മൈനർ പാർട്ടി എന്നുള്ള നിലയിൽ അവർക്കത് നേടാൻ സഹായിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇത് കേരളത്തിലെ മൾട്ടി പാർട്ടി സിസ്റ്റം നിലനിൽക്കുകയും അതിനകത്ത് മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഫ്രെയിംവർക്ക് വരുമ്പോൾ ഈ ത്രാസിലെ ഒരു ചെറിയൊരു ഭാഗം പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ സ്ഥിതി വ്യത്യാസം വരും. ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ട് അത് അതുപോലെ ആവർത്തിക്കുമെന്ന് പറയുന്നത് എനിക്കറിഞ്ഞൂടാ അത് അത്രത്തോളം ശാസ്ത്രീയമാകും. കുറച്ചുകൂടി അടുത്ത് വരുമ്പോഴേ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. തെരഞ്ഞെടുപ്പോട് അടുത്ത് വരുമ്പോൾ നമുക്കത് വ്യക്തമാകും. പക്ഷേ 100-120 ദിവസം കഴിഞ്ഞ് നടക്കുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ കഴിവ്, ചാതുര്യം നമുക്ക് വളരെ നന്നായിട്ടറിയാം. തെരഞ്ഞെടുപ്പിൽ അവർ കാണിക്കുന്ന അത്ഭുതങ്ങൾ പല സമയത്തും ശ്രദ്ധിച്ചിട്ടുള്ളവർക്കതറിയാം. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്നുള്ളതാണ് LDF. തീർച്ചയായിട്ടും. പക്ഷേ നിസാം സെയ്ദ്, രാഷ്ട്രീയ സാഹചര്യങ്ങളും സാമൂഹ്യ സാഹചര്യങ്ങളും ഏത് നിമിഷം വേണമെങ്കിലും മാറാമല്ലോ. ആ ബോധ്യം സ്വാഭാവികമായും UDFന് ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2021 സാഹചര്യത്തിന് ഉപോത്ബലകമായി ഒട്ടേറെ കാര്യങ്ങൾ നടന്നിരുന്നു. ഇപ്പോൾ അന്ന് സാദിഖ് അലി തങ്ങൾ ചന്ദ്രിക പത്രത്തിൽ എഴുതിയ ഒരു ലേഖനം മുതൽ ഹഗിയ സോഫിയുമായി ബന്ധപ്പെട്ട വിവാദം, അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള കാലുഷ്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. പക്ഷെ നോക്കൂ, ഇപ്പോൾ ക്രൈസ്തവ ന്യൂനപക്ഷത്തിൻ്റെ 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു? JB കോശിയുടെ ശുപാർശകൾ നടപ്പാക്കുന്നില്ല എന്നുള്ളതും, അതുപോലെ തന്നെ NSSന് ലഭ്യമായ നീതി ഈ ഭിന്നശേഷി നിയമന കാര്യത്തിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതുമായിരുന്നു. ഇപ്പോൾ സഭാ നേതൃത്വം എന്ന് പറഞ്ഞാൽ അവരുടെ മാനേജ്മെന്റുകൾ, അവരുടെ നിയമനം, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ, പൈസ കിട്ടുന്ന കാര്യമല്ലേ. അപ്പോൾ അത് പരിഹരിക്കാൻ ഗവൺമെന്റ് മുൻകൈ എടുക്കുന്നു, ആ കുരുക്കഴിക്കുകയാണ്, JB കോശിയുടെ ശുപാർശകൾ നടപ്പാക്കുകയാണ്. കേരള കോൺഗ്രസ് ഒപ്പമുണ്ടെങ്കിൽ ഈ ക്രൈസ്തവ ന്യൂനപക്ഷത്തിലേക്ക് നേരത്തെ ഉള്ള പിന്തുണ സമാഹരിക്കുക എന്നുള്ളത് ആനക്കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ കുത്തിയ അതേ വോട്ടുകൾ അതേമാതിരി അതേ ചിഹ്നത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും വന്ന് വീഴും എന്ന് വിചാരിക്കുന്നത് മൗഢ്യമാകില്ലേ? അഭിലാഷ്, ഒരു കാര്യം വ്യക്തമായിക്കോട്ടെ, ഞാൻ UDFൻ്റെ നിലപാടല്ല പറഞ്ഞത്. ഞാൻ കേരള കോൺഗ്രസുകളെ അടുത്ത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള, കേരള കോൺഗ്രസിലെ ചരിത്രം മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ, അതിനെക്കുറിച്ച് കുറേ പഠനം നടത്തിയിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ, കോട്ടയത്ത് നിന്നും കേരള കോൺഗ്രസിനെ വളരെ അടുത്ത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിലാണ് ഞാൻ കേരള കോൺഗ്രസുകളുടെ ശക്തിയെക്കുറിച്ചും അവരുടെ ദൗർബല്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചത്. അത് UDFൻ്റെ ഔദ്യോഗികമായ നിലപാടുമായി അതിനെ കൂട്ടിക്കുഴക്കേണ്ട യാതൊരു കാര്യവുമില്ല. UDFൻ്റേതായ നിലപാട് കാണും. അതുപോലെ തന്നെ കേരളത്തിൽ മുസ്ലിങ്ങളും ക്രൈസ്തവരും തമ്മിൽ ഒരു അകൽച്ച നിലനിൽക്കുന്നു എന്ന് ഞാൻ പറഞ്ഞതായി എബ്രഹാം മാത്യു തെറ്റിദ്ധരിക്കുന്നു. അത് മുൻപ് അതുണ്ടാക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടായി എന്നുള്ളതും അതിൻ്റെ ശക്തി, ആ ഒരു വിഭജനത്തിൻ്റെ ശക്തി കഴിഞ്ഞ 4 വർഷമായി കുറഞ്ഞു വരുന്നു എന്നുള്ളതും ഇപ്പോഴത് ഏതാണ്ട് അപ്രത്യക്ഷമായ ഒരു ഘട്ടത്തിലാണ് എന്നുള്ളതുമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുസ്ലിങ്ങളോടൊപ്പം അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും ഒരുമിച്ച് വോട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, 2021 ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നമുക്ക് പൊതുവായി കാണാവുന്ന ഒരു വസ്തുത, തെരഞ്ഞെടുപ്പുകളുടെ രൂപവും ഭാവവും ഏതുമാകട്ടെ, ഈ നിലവിലുള്ള ഗവൺമെൻറ്റിനെതിരെ ഉള്ള ഒരു വികാരം എല്ലാ തെരഞ്ഞെടുപ്പും, അത് ഉപതെരഞ്ഞെടുപ്പുകളാകട്ടെ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാകട്ടെ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാകട്ടെ, എല്ലാത്തിലും പൊതുവായി ഒരു വികാരം നിലനിൽക്കുന്നുണ്ട്. ആ വികാരത്തിൻ്റെ പ്രതിഫലനം അതിൻ്റെ ഫലത്തിൽ ഉണ്ടാവുന്നുമുണ്ട്.
അതുകൊണ്ട് തന്നെ യു ഡി എഫിലേക്ക് കേരള കോൺഗ്രസ് വന്നാലും ഇല്ലെങ്കിൽ കേരള കോൺഗ്രസ് പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുന്ന ജനവിഭാഗം യു ഡി എഫിൽ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കേരള കോൺഗ്രസ് വന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു ഒപ്റ്റിക്സ് ചേഞ്ച് ചെയ്യാം എന്നുള്ളത് മാത്രമാണ്. അതായത് ഒരു പ്രതീതി മാറാം. പ്രതീതി കേരള കോൺഗ്രസ് വരുന്നതോടുകൂടി ഇടതുപക്ഷ മുന്നണി തകർന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കപ്പെടാം. അതിനപ്പുറത്ത് ഗ്രൗണ്ട് ലെവലിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്ന് കരുതുക. ഗ്രൗണ്ട് ലെവലിൽ ഈ 3 ജില്ലകളിലും യു ഡി എഫിന് സാഹചര്യവും നിലവിലെ അവസ്ഥയിൽ വളരെ അനുകൂലമാണ്. നാളെ എന്തുണ്ടാകും എന്നുള്ളത് രാഷ്ട്രീയത്തിൽ 24 മണിക്കൂർ ദീർഘമായ കാലയളവാണ്. ആ കാലയളവിൽ എന്ത് സംഭവിക്കാമെന്നുള്ളത് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ നിലവിലിരിക്കുന്ന അവസ്ഥയിൽ ഈ കേരള കോൺഗ്രസ് പ്രതിനിധീകരിക്കുന്നെന്ന് അവകാശപ്പെടുന്ന ജനവിഭാഗങ്ങൾ യു ഡി എഫിനൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അത് കേരള കോൺഗ്രസ് വരുന്നത് കൊണ്ട് ഈ ഉണ്ടാകാവുന്ന ഒരു സാഹചര്യം ഈ പ്രദേശങ്ങളിലൊക്കെ വളരെ അടുത്ത് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക തലത്തിൽ അണികൾ തമ്മിൽ വലിയ മത്സരമുണ്ടായിട്ടുണ്ട്. ഈ മത്സരം പലരെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തിപരമാണ്, അവരുടെ പ്രാദേശികമാണ്. ആ മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ ഇനി ഒരുമിച്ച് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ അത് ഗ്രൗണ്ട് ലെവലിൽ വലിയ പ്രത്യാഘാതങ്ങൾക്കിടയാകും. മാത്രമല്ല കോൺഗ്രസിൻ്റെ വലിയൊരു വിഭാഗം അണികൾക്ക് കേരള കോൺഗ്രസ് കോട്ടയം ഈ മേഖലയിലൊക്കെ മുന്നണിയിലേക്ക് വരുന്നതിൽ അതൃപ്തിയുമുണ്ട്. ഇനിയുള്ള എന്തു കൂടിച്ചേരലും ഒരു ഏച്ചുകെട്ടലായിരിക്കും. അത് സ്വാഭാവികമായ ഒരു ലയനമായി ഒരു ഐക്യമായി മാറാനുള്ള സാധ്യതയും സമയവുമില്ല. അതിലേക്കുള്ളൊരു സംശയം, 2020 ഈ ബെന്നി ബെഹന്നാന്റെ ചരിത്ര പ്രസിദ്ധമായ കേരള കോൺഗ്രസിന്റെ പുറത്താക്കൽ പ്രഖ്യാപനം ഉണ്ടല്ലോ. ആ സമയത്ത് ഇപ്പോൾ അങ്ങ് പറഞ്ഞ അതേ നിലയിലാണ് അന്നത്തെ പ്രധാനപ്പെട്ട മധ്യതിരുവിതാംകൂറിലെ കോൺഗ്രസ് നേതാക്കളൊക്കെ പ്രതികരിച്ചത്. അതായത് കേരള കോൺഗ്രസ് എന്ന പാർട്ടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരുപോലെയാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസിന് തനിച്ചു വളരാനുള്ള സാധ്യത ഇല്ലാതാക്കുകയാണ് കേരള കോൺഗ്രസ്. കേരള കോൺഗ്രസ് ഇവിടെ ഉള്ളപ്പോൾ അവർക്ക് മണ്ഡലങ്ങൾ കൊടുക്കണം, അവർക്ക് ഭരണ സംവിധാനങ്ങൾ കൊടുക്കണം. അവരില്ലെങ്കിൽ അതുകൂടി നമുക്ക് കിട്ടും. കേരള കോൺഗ്രസ് ഒഴിവായി കിട്ടുകയും ചെയ്യും, കൂടുതൽ കോൺഗ്രസ്സുകാർക്ക് അവസരം കിട്ടുകയും ചെയ്യും എന്ന മട്ടിലായിരുന്നു ആ ഓപ്പറേഷൻ. വലിയ ആത്മവിശ്വാസം അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് പരാജയപ്പെട്ടു പോയി എന്നുള്ളത് അതിന് തൊട്ടടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വെളിവാക്കിയ കാര്യമാണ്. അഭിലാഷ്, 2021 തെരഞ്ഞെടുപ്പ് പറയുന്നത് സവിശേഷമായ സാഹചര്യത്തിലാണ്. രാഷ്ട്രീയം മുഖ്യ വിഷയമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നില്ലത്. മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ സർക്കാരിന് മാത്രം പ്രവർത്തിക്കാൻ കഴിയുന്ന, പ്രതിപക്ഷത്തിന് പ്രവർത്തന ഇടമില്ലാതിരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2020-ലും 2021-ലും നടന്നത്. ഒരു വിധത്തിലും പ്രതിപക്ഷ പ്രവർത്തനം അസാധ്യമായ കാലമായിരുന്നു അത്. ആ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രകടനത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഉണ്ടാകാവുന്ന പ്രകടനവുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല, ഞാൻ പറഞ്ഞു, ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന അവിശ്വാസം വളരെ രൂക്ഷമായി നിന്ന ഒരു കാലമായിരുന്നു അത്. അതിൻ്റെ കാരണം 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ക്രൈസ്തവരും മുസ്ലിങ്ങളും ഒരുമിച്ച് കേരളത്തിൽ വോട്ട് ചെയ്താൽ ആ മുന്നണിയെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ CPM-ഉം BJP-യും CPM അതിനുവേണ്ടി ശ്രമിച്ചത് മധ്യ തിരുവിതാംകൂറിലെ ഒരു പ്രമുഖ ബിഷപ്പ്, ആ ബിഷപ്പിനെയും അതുപോലെ തന്നെ അദ്ദേഹത്തോട് കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു കർഷക സംഘടനയുടെ നേതാവിനെയും തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തിയിട്ട് ന്യൂനപക്ഷ വകുപ്പിൽ നിന്നും കിട്ടുന്ന അവകാശങ്ങൾ മുസ്ലിം വിഭാഗങ്ങൾക്ക് അതിൻ്റെ ബഹുഭൂരിപക്ഷവും കൈക്കലാക്കുന്നു. മുസ്ലിം വിഭാഗങ്ങളാണ് അതിൻ്റെ ഗുണഭോക്താക്കളായി മാറുന്നത്, ക്രൈസ്തവർക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നില്ല എന്നൊരു ലഘുലേഖ ഉണ്ടാക്കി. ആ ലഘുലേഖ കേരളത്തിലെ എല്ലാ പള്ളികളിലേക്കും എല്ലാ രൂപതകളിലേക്കും അയച്ചു കൊടുത്തു. കേരളത്തിൽ മുസ്ലിം ക്രിസ്ത്യൻ വിഭജനമുണ്ടാകുന്നതിന്റെ അടിസ്ഥാനപരമായ അവിടെയാണ്. വിശദമായി വരാം. ശ്രീ ജിൻഡോ ജോൺ, കേരളത്തിലെ ജനങ്ങൾ എനിക്ക് തോന്നുന്നു അവരുടെ ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലും നിലവിലെ ഭരണത്തെ വിലയിരുത്തിയും ഒക്കെ ആയിരിക്കും വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടാവുക. ഇതിനോടകം തന്നെ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള, ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അതിനിടയ്ക്ക് മുന്നണി മാറ്റം, മുന്നണിയിലേക്ക് കുറേ ആൾക്കാരെ ചാക്കിട്ട് പിടിച്ചുകൊണ്ട് വരൽ, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ കാര്യത്തിലാണെങ്കിൽ വിവിധ കേരള കോൺഗ്രസുകളുടെ മുന്നണി മാറ്റം എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ള കാര്യമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ്, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഈ കേരള കോൺഗ്രസ് ഇടതു മുന്നണിയിലേക്ക് പോയത്. അതിനു മുമ്പ് 2010 PJ ജോസഫിൻ്റെ കേരള കോൺഗ്രസ് LDF-ൽ നിന്ന് മാറി UDF-ൽ പോകുന്നു, മറ്റേ കേരള കോൺഗ്രസിൽ ലയിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചാട്ടം എന്ന് പറയുന്നത് കണ്ട് മടുത്ത, അതൊക്കെ പഴയ കാലമല്ലേ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ജനങ്ങളുടെ മുമ്പിലേക്ക് പിന്നെയും ഈ ചാക്കട്ട് പിടുത്തവും പാലം ഇടലും ഒക്കെ ആവശ്യമുള്ള കാര്യമാണോ?
ഇത് മൊത്തം ഈ ചരിത്രം മുഴുവൻ ചെയ്യാൻ നിന്ന ഇത് നമുക്ക് കേൾക്കുന്നവർക്കും പറയുന്നവർക്കും മൊത്തം കൺഫ്യൂഷനാവും. ആരെങ്ങോട്ട് പോയി ആരെങ്ങോട്ട് വന്നു എന്നൊന്നും കൃത്യമായിട്ട് പറയുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകും. പക്ഷേ എനിക്ക് മുമ്പ് സംസാരിച്ച എബ്രഹാം മാത്യു ആണെന്ന് തോന്നുന്നു, അദ്ദേഹമാണ് പറഞ്ഞെന്ന് തോന്നുന്നു, 2021 കേരള കോൺഗ്രസ് ഇല്ലാത്തത് കൊണ്ടാണ് UDF തോറ്റതെന്ന് അദ്ദേഹം പറഞ്ഞു. 2016 കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കോൺഗ്രസിനോട് UDFനോടൊപ്പമായിരുന്നു, എന്നിട്ടും തോറ്റു. 2011 ചെറിയ മാർജിനിലാണ് UDF അധികാരത്തിൽ വന്ന്, അന്ന് UDFൻ്റെ ഒപ്പമായിരുന്നു. അപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഉള്ളത് കൊണ്ടല്ല തോറ്റതും, ഉള്ളത് കൊണ്ടല്ല അധികാരത്തിൽ വരുന്നതും. അത് അതാത് കാലഘട്ടത്തിലെ രാഷ്ട്രീയ വിഷയങ്ങളിൽ ജനങ്ങൾ തീരുമാനിക്കുന്ന വിഷയങ്ങളാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി ഈ മുന്നണിയിലുള്ളത് കൊണ്ട് ആ മുന്നണി ജയിക്കുമെന്നുള്ള അങ്ങനെ ഒരു ലെഗ് ഫാക്ടർ ഒന്നുമല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമുക്ക് ആർക്കും വേണ്ട. ഇപ്പോൾ ഇവിടെ ഈ ലോക്കൽ ബോഡി ഇലക്ഷനും ലോക്സഭാ ഇലക്ഷനും നിയമസഭാ ബൈ ഇലക്ഷനും എന്തിന് ചേലക്കര ബൈ ഇലക്ഷൻ കോൺഗ്രസ് UDF തോൽക്കുക ചെയ്തത്. പക്ഷേ LDFൻ്റെ വോട്ട് 40,000 നിന്ന് 12,000 കുറയുക ചെയ്തത്. അതിൻ്റെയൊക്കെ കാരണങ്ങളുണ്ടല്ലോ. അപ്പോൾ ഭരണവിരുദ്ധ വികാരമുണ്ട്, അതുപോലെ തന്നെ ശബരിമല കൊള്ളയുണ്ട്, ഇങ്ങനെ പല വിഷയങ്ങളുണ്ട്. സാധാരണക്കാരെ കൊള്ളയടിച്ച സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയവും ജനങ്ങളുടെ മുമ്പിൽ ഉണർത്തിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് UDFൻ്റെ വിജയം. അതുമാത്രമല്ല അഭിലാഷേ, ചരിത്രത്തിൽ മുൻപില്ലാത്ത വിധം വോട്ടർ പട്ടിക കൃത്യമായി പഠിച്ച് വോട്ട് ചേർക്കുകയും വോട്ട് ഒഴിവാക്കുകയും വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നു. UDFൻ്റെ സംഘടനാ സംവിധാനം താഴെ തട്ടിൽ ശക്തമായിരുന്നു, കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ശക്തമായിരുന്നു. പലപ്പോഴും ഞങ്ങൾ ആക്ഷേപങ്ങൾ കേട്ടിട്ടുണ്ടിരുന്ന ഈ കാര്യങ്ങളിലൊക്കെയാണ്. ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ഏറ്റവും മികച്ച രീതിയിൽ കാഴ്ചവെക്കാൻ പറ്റി. അതാണ് സമീപകാല വിജയത്തിന്റെ കാരണം. അല്ലാതെ വെറുതെ സർക്കാർ വിരുദ്ധ തരംഗം മാത്രമല്ലെന്നേ, ഞങ്ങൾ അതിന് ആ തരംഗത്തെ എൻകാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ പെർഫോം ചെയ്തത് കൊണ്ടല്ലേ, പ്രതിപക്ഷം പെർഫോം ചെയ്തത് കൊണ്ടല്ലേ, ജനപക്ഷ സമരങ്ങൾ ഏറ്റെടുത്തുകൊണ്ടല്ലേ, ജനങ്ങൾക്ക് ഞങ്ങളിൽ വിശ്വാസം ഉണ്ടായത് കൊണ്ടല്ലേ ഞങ്ങൾ ജയിക്കുന്നത്. അല്ലാതെ പിണറായി വിജയനോടുള്ള എതിർപ്പ് കൊണ്ട് മാത്രമല്ല, തീർച്ചയായിട്ടും പിണറായി വിജയനോടുള്ള എതിർപ്പ് കൊണ്ടും കൂടിയാണ് ഇത്രയും വലിയ വിജയം കിട്ടിയതെന്നുള്ള സമ്മതിക്കാം. പക്ഷെ അത് മാത്രമല്ല ഇന്ന് തെറ്റിദ്ധരിക്കരുത്. ഇനി ഇവരാരുമില്ലാതെ ഇത്രയും വലിയ വിജയം UDFന് കിട്ടിയെങ്കിൽ പിന്നെ ചാക്കിട്ട് പിടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. പക്ഷേ ഒരു ജനാധിപത്യ സംവിധാനം എന്നുള്ള നിലയ്ക്ക് UDFനോട് ചേർന്ന് നിൽക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഏത് സമയത്തും സംസാരിക്കാം, ഏത് സമയത്തും കടന്നു വരാം. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ച് ധാരണയായി അവരെയൊക്കെ സ്വീകരിക്കാൻ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. അതിനപ്പുറത്ത് ചാക്കിട്ട് പിടിച്ച് ശക്തി വർദ്ധിപ്പിക്കേണ്ട ഗതികേട് ഇപ്പോൾ UDFന് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ UDF സംവിധാനത്തിന് അതിനുള്ള ശക്തി ഉണ്ടെന്ന് തന്നെയാണ് പൊതുബോധവും. അതുകൊണ്ടാണ് CK ജാനു വന്നപ്പോഴും PV അൻവർ വന്നപ്പോഴും ഒക്കെ കൃത്യമായിട്ട് അവരെ സ്വീകരിക്കുകയും അവർക്ക് ഇടം കൊടുക്കാൻ സാധിക്കുകയും ഐഷ പോറ്റി വ്യക്തിപരമായി കടന്നു വന്നപ്പോൾ അവരെ സ്വീകരിക്കാൻ പറ്റിയതും ഒക്കെ UDF ഒരു വിശാല സംവിധാനമാണ്. ഇവിടെ എല്ലാവർക്കും പിണറായി വിജയന്റെ പാർട്ടി അല്ലെങ്കിൽ ആ മുന്നണിയിൽ അതിനെതിർത്ത് ഒരു അഭിപ്രായം പറയാൻ പറ്റാത്ത പോലെയല്ല. ഇവിടെ എല്ലാവർക്കും ഇടമുണ്ടെന്നേ, എല്ലാവർക്കും ഇടമുണ്ട്. ഇനി ക്രൈസ്തവരും ഒരു ഒറ്റ കാര്യം കൂടി, ഈ ക്രൈസ്തവർ അത്രത്തോളം പെട്ടെന്ന് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടി ഉള്ളത് കൊണ്ട് ആ മുന്നണി വിശ്വസിക്കുമെന്ന് തെറ്റിദ്ധരിക്കപ്പെടേണ്ട. ക്രൈസ്തവർ കൃത്യമായിട്ട് വിവേകമുള്ള ഒരു സമൂഹമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താമരശ്ശേരി പിതാവിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ച പിണറായി വിജയന്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യണമെങ്കിൽ അതിൽ ചില രാഷ്ട്രീയ കാരണങ്ങളാണ്, അല്ലാതെ ആ പാർട്ടിയിലെ നേതാവിനോട് പ്രത്യേകിച്ച് ഒരു മമത ഉണ്ടായിട്ടായിരിക്കണമില്ല. JB കോശി കമ്മീഷൻ ഇതുവരെ പുറത്തുവിടാതെ ഒളിച്ചു വയ്ക്കുന്ന ഈ സർക്കാരിനോട് ക്രൈസ്തവർക്ക് വിരോധമുണ്ടാവും. അതുപോലെ റബ്ബറിന് താങ്ങുവില പ്രഖ്യാപിക്കും റബ്ബർ കർഷകരെ കണ്ടില്ലെന്ന് നടിക്കുന്ന സർക്കാരിനെതിരായിട്ടുള്ള ഒരു ജനകീയ വികാരമുണ്ടാവും. വന്യജീവി പ്രശ്നത്തെ അഡ്രസ് ചെയ്യാതെ മലയോര കർഷകരെ വന്യജീവിയുടെ കൊലപാതകത്തിന് വിട്ടുകൊടുക്കുന്ന സർക്കാരിനെതിരായിട്ടുള്ള വികാരം ഉണ്ടാവും. ഇതെല്ലാം കൂടി വരുമ്പോഴാണ് സർക്കാർ വിരുദ്ധ തരംഗമാകുന്നതും പ്രതിപക്ഷ വിജയമാകുന്നതും. അപ്പോൾ ഇതിനെ ഏതെങ്കിലും ഒരു ഫാക്ടറിനെ എടുത്തു വെച്ചിട്ട് ഏതെങ്കിലും ഒരു പാർട്ടി വന്നതുകൊണ്ട് UDFന് വലിയൊരു വിജയമുണ്ടാകും എന്ന് പറയുന്നത്, അല്ലെങ്കിൽ UDF വന്നില്ലെങ്കിൽ UDFന് തകർച്ച ഉണ്ടാകും എന്ന് പറയുന്നത് അതൊരു തെറ്റായ നിരീക്ഷണമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ കൂടി വന്നാൽ കുറെ കൂടി വേഗതയുള്ള ഒരു പ്രചരണം കിട്ടും. ഈ സർക്കാർ തകരാൻ പോകുന്നു എന്നുള്ളതിന്റെ പ്രചരണത്തിന് കുറെ കൂടി വേഗവും ആക്കവും കിട്ടും അതിനപ്പുറത്തൊരു കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ശരി, ഡോക്ടർ ഗോപകുമാർ, ഞാൻ നേരത്തെ ചോദിക്കാൻ ശ്രമിച്ചത് ഭരണവിരുദ്ധ വികാരം പലതായി വിഭജിച്ചു പോയാൽ, രണ്ടായി വിഭജിച്ചു പോയാൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഈ ചെറിയ പാർട്ടികളുടെ 0.5% വോട്ട് എന്നുള്ളത് എത്രമേൽ പ്രസക്തമാവും? ഞാനത് പറയായിരുന്നു. വാസ്തവത്തിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന സിദ്ധാന്തം ഒട്ടും വർക്ക് ചെയ്തില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണം ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വലിയൊരു പങ്ക്, മുന്തിയ പങ്കും UDFന് ചെല്ലുകയും ഒരു ചെറിയ പങ്ക് മാത്രമാണ് NDA BJP അലയൻസിന് വന്നത്. മാത്രമല്ല BJP NDAയും പുതിയൊരു മേഖലയിലേക്ക് വളർന്നു വരുന്നൊരു സാഹചര്യത്തിൽ ചില പ്രത്യേക പോക്കറ്റുകളിൽ അവർക്ക് ശക്തിയുണ്ടെന്ന് നമുക്ക് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കണ്ടു. കേരളം എല്ലായിടത്തും ഒരുപോലെയല്ല, പ്രത്യേകിച്ച് ഇടുക്കിയിലൊരു ശക്തിയല്ല,
ചില മേഖലകളിൽ അവർക്കൊരു പ്രബലമായ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഉള്ളിടത്ത് കുറച്ച് ശക്തി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ട മുനിസിപ്പാലിറ്റികളിലെ വിജയം, തിരുവനന്തപുരത്തെ കോർപ്പറേഷനിലെ വിജയം. ഇന്നലെ വിഴിഞ്ഞത്ത് തന്നെ താരതമ്യേന BJPക്ക് 340 വോട്ട് കിട്ടിയ ഒരു പോളിംഗ് സ്റ്റേഷനിൽ 8 ഇരട്ടി വർദ്ധിപ്പിച്ച് 2400 വോട്ടിലേക്ക് പോയതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ BJPയുടെ വളർച്ച അവിടെ പ്രകടമാണ്. ഒരുപക്ഷെ BJP 15-17% നിൽക്കും. പക്ഷേ അത് BJPയുടെ വളർച്ച കുറച്ച് MLA-മാർ 2-3 അല്ലെങ്കിൽ 5 MLA-മാരോ കിട്ടിയാൽ അത് UDFൻ്റെ അല്ലെങ്കിൽ LDFൻ്റെ വിധിയെ ബാധിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം നേരത്തെ പറഞ്ഞ അഭിലാഷ് പറഞ്ഞ ആ തിയറി കറക്റ്റ് ആകണമെങ്കിൽ കേരളത്തിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടാത്ത ഒരു ത്രിശങ്കു സഭ വരണം. അങ്ങനെ വരാൻ സാധ്യതയില്ല. കാരണം നമ്മൾ കണ്ട ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ തള്ളിച്ച UDFന് ഇത്രയും അനുകൂലമായിട്ട് വരുമ്പോൾ LDF നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ചുരുക്കുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള MLAക്ക് ചിലയിടത്ത് വളരെ ജനകീയരായ MLA-മാരുണ്ടാവും, അല്ലെങ്കിൽ കൂടുതലായി ജനങ്ങളോട് പരിചയമുള്ള അവരുടെ ഏതെങ്കിലുമൊക്കെ പദ്ധതികളുടെ ഗുണഭോക്താക്കളായ ജനങ്ങളുണ്ടാവും. അവർ രാഷ്ട്രീയം മറന്ന് വോട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒരു സെനാരിയോ നിൽക്കുമ്പോൾ ഓരോ മണ്ഡലത്തിലും BJPയുടെ ഒരു വോട്ട് ഷെയർ 5%, 6% വെച്ച് കൂടിയാൽ എതിർ സ്ഥാനാർത്ഥിയുടെ വിജയസാധ്യതയെ അത് ബാധിക്കാമല്ലോ. നമ്മൾ ആ ഓരോ മണ്ഡലം കണക്കാക്കി അങ്ങനെ ആലോചിച്ചാൽ. അല്ല, അത് ശരിയാണ്. പക്ഷെ അങ്ങനെ അപ്പോഴും സംഭവിക്കുന്നത് ഇടതുപക്ഷത്തിനെയാണ് അത് കൂടുതൽ ബാധിക്കുന്നത്. ഞാനിതിന് മറ്റൊരു സാമൂഹ്യ സിദ്ധാന്തം പറയാം. കാരണം ഇവിടെ മൈനോറിറ്റി കൺസോളിഡേഷൻ UDFൽ വളരെ വളരെ ശക്തമാണ്. ഇത്തവണ നമ്മൾ ചർച്ചയിലും അത് വന്നു. ക്രൈസ്തവ മുസ്ലിം ക്രോഡീകരണം വളരെ ശക്തമായിട്ട് UDFൽ വരുമ്പോൾ മറുവശത്ത് LDF ശ്രമിച്ചത് ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ചീത്ത പറഞ്ഞ് ഒരു ഹിന്ദു കൺസോളിഡേഷനാണ്. ആ ഹിന്ദു കൺസോളിഡേഷൻ ഒരു ഭാഗം BJP കൊണ്ടുപോകുമ്പോൾ വാസ്തവത്തിൽ ദോഷം വരുന്നത് LDFനാണ്, UDFനല്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ തിയറി അവിടെ തെറ്റുകയാണ്. താങ്കൾ പറഞ്ഞ ആ സിദ്ധാന്തം എനിക്കും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ ആ ചിന്താഗതി ഉണ്ടായിരുന്നു. കാരണം ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു പങ്ക് NDA കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും LDFൻ്റെ അവരുടെ അണികളുടെ ശക്തിയും ഓർഗനൈസേഷൻ ശക്തിയും വെച്ച് അവർക്ക് തിരിച്ചു വരാൻ കഴിയും എന്നുള്ളതായിരുന്നു. പക്ഷേ പഞ്ചായത്തുകളിൽ, പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തിൽ പോലും 500-ൽ പരം പഞ്ചായത്തുകൾ പിടിച്ചടക്കാൻ UDFന് കഴിഞ്ഞതോടുകൂടി ഭരണവിരുദ്ധ വികാരം എത്ര ശക്തമാണെന്ന് നമുക്ക് മനസ്സിലായി. അതിനെ കുറയ്ക്കാനാണ് ഇപ്പോൾ LDF ശ്രമിക്കുന്നത്. പക്ഷേ BJPയുടെ വോട്ട് ഷെയർ വർദ്ധിക്കുകയാണെന്നിരിക്കട്ടെ, ശരാശരി 2% വർധനവ് ഉണ്ടായാലും അത് വാസ്തവത്തിൽ ബാധിക്കുന്നത് LDFനെയാണ്. നമുക്കതറിയാം. കാരണം ഹിന്ദു കൺസോളിഡേഷന് വേണ്ടി ശ്രമിക്കുന്ന BJPയും LDFും ഒരേ തട്ടകത്തിലേക്ക് ആയി പോകുന്നില്ലേ ഇപ്പോഴത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ? അങ്ങനെ വരുമ്പോൾ മൈനോറിറ്റി കൺസോളിഡേഷൻ ആൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള UDF അല്ലേ അതിൻ്റെ ഗെയിനറായിട്ട് വരാൻ പോകുന്നത്? ചെറിയ ഭാഗം ഹിന്ദുക്കൾ UDFൽ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ഭൂരിപക്ഷം അത് വളരെ വളരെ കൃത്യമാണ്. അവിടെ ശ്രീ നിസാം സെയ്ദ്, MC കോമ്പിനേഷൻ, മുസ്ലിം ക്രിസ്ത്യൻ കോമ്പിനേഷൻ സാധാരണ നിലയിൽ UDFന് വർക്കാവുന്നതാണ്. അത് ചരിത്രത്തിലില്ലാത്തവണ്ണം സ്ട്രോങ് ആയി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനു മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രവർത്തിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ശബരിമല പോലെയുള്ള വിഷയങ്ങളെക്കാൾ UDFന് വലിയ മേൽക്കൈ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് കൺസോൾട്ടേഷനാണ്. അതിൽ മുസ്ലിം കൺസോൾട്ടേഷൻ നിയർ ടോട്ടൽ എന്ന് പറയാവുന്ന വിധത്തിൽ പോലും ഉണ്ട് പലയിടങ്ങളിലും, എല്ലായിടത്തും അല്ല എങ്കിൽ പോലും. അപ്പോൾ അങ്ങനെയുള്ള ഒരു നിലയിൽ ഇതിനെ ഒരു വാക്ക് ഓവർ തെരഞ്ഞെടുപ്പായി ഈ സാമുദായിക ഘടകങ്ങൾ കൊണ്ട് തന്നെ UDFന് കരുതാമെന്ന് എനിക്ക് തോന്നുന്നു. മറുവശത്ത് ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടായാൽ പോലും LDFന് ജയിക്കാൻ കഴിയുന്ന ഡെമോഗ്രഫി അല്ല ഇപ്പോൾ ഉള്ളത്. നേരത്തെ ശ്രീ ഗോപകുമാർ ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ ആ വോട്ടിൽ ഒരു ഷെയർ BJPക്കും കൂടി പോകുന്നതാണ് എന്നുള്ളതുകൊണ്ട്. അഭിലാഷേ, BJPയുടെ വളർച്ച എന്നുള്ള ഒരു നരേറ്റീവ് പൂർണ്ണമായും ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. 2020-ലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 2% വോട്ട് BJPക്ക് കുറയുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 5%-ഓളം കുറവുണ്ട്. 2016-ലെ നിയമസഭാ ഇലക്ഷനേക്കാൾ 2% വോട്ട് കുറവായിരുന്നു 2021-ലെ അസംബ്ലി ഇലക്ഷനിൽ BJPക്ക് ജയിച്ചത്. പക്ഷേ BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതുകൊണ്ട് BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടായി എന്നൊരു വിശ്വാസം, ഒരു പ്രതീതി സൃഷ്ടിക്കാൻ BJPക്ക് കഴിഞ്ഞു എന്നുള്ളത് ശരിയാണ്. പിന്നെ ആൻറ്റി ഇൻകംബൻസി വോട്ടുകൾ എങ്ങോട്ട് പോകും എന്നുള്ളത്. ആൻറ്റി ഇൻകംബൻസി വോട്ട് നിങ്ങൾക്കൊരു മുന്നണിക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളൊരു ഓൾട്ടർനേറ്റീവാണ്, നിങ്ങളൊരു ബദൽ സംവിധാനമാണെന്ന് ആളുകൾക്ക് ബോധ്യമുണ്ടാവണം.
നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം BJP ഒരു ബദൽ സംവിധാനമാണ്. ഈ നിലവിലിരിക്കുന്ന സർക്കാരിനെ മാറ്റാൻ കഴിയുന്ന, അധികാരത്തിൽ നിന്ന് മാറ്റാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് BJP എന്ന് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നു എന്ന് കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ BJP ആൻറ്റി ഇൻകംബൻസി വോട്ടുകൾ BJPയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. BJPയിലേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ UDFിലേക്ക് ആ വോട്ടുകൾ പോകുന്ന ഒരു പ്രവണതയാണ് ഈ കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ സ്വാഭാവികമായും മുസ്ലിം ക്രിസ്ത്യൻ കൺസോളിഡേഷൻ ഉണ്ടായി എന്നുള്ളത് നമുക്കെല്ലാം ബോധ്യമായ കാര്യമാണ്. ആ മുസ്ലിം ക്രിസ്ത്യൻ കോമ്പിനേഷൻ്റെ പ്രയോജനം ലഭിക്കേണ്ട എല്ലാ സ്ഥലത്തും വളരെ വലിയ വിജയം UDFിനുണ്ടായിട്ടുണ്ട്. അതിനെ ഒരു ഹിന്ദു കൺസോളിഡേഷൻ കൊണ്ട് ചെറുക്കാൻ പറ്റുമോ, അതിനെ പരാജയപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളതായിരുന്നു LDFിൻ്റെ ശ്രമം. ആ ശ്രമം വളരെ ദയനീയമായി പരാജയപ്പെടുന്നതും നമ്മൾ കണ്ടു. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് ഇത് മനസ്സിലാക്കി LDF അവരുടെ നയത്തിൽ അല്ലെങ്കിൽ അവരുടെ സമീപനത്തിൽ ഒരു മാറ്റം വരുത്തും. മുസ്ലിങ്ങളെ പൂർണ്ണമായും ശത്രുപക്ഷത്ത് നിർത്തുന്ന ഒരു പ്രവർത്തന രീതിയിൽ നിന്ന് മാറ്റമുണ്ടായി മുസ്ലിങ്ങളെ കുറച്ചുകൂടി വിശ്വാസത്തിലെടുക്കാനും ക്രിസ്ത്യൻ വിഭാഗങ്ങളെ കുറച്ചുകൂടി ഉൾക്കൊള്ളാനും ഒക്കെ കഴിയുന്ന ഒരു സമീപനം LDF സ്വീകരിക്കും എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷെ അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കാനുള്ള യാതൊരു ശ്രമവും LDFിൻ്റെ ഭാഗത്തുണ്ടാകുന്നതായി നാം കാണുന്നില്ല. കഴിഞ്ഞ ദിവസം AK ബാലൻ്റെ പ്രസ്താവനയൊക്കെ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വർഗീയമായ ധ്രുവീകരണം ലക്ഷ്യമാക്കിയുള്ള പ്രസ്താവനയാണ്. അതിനെ മുഖ്യമന്ത്രി പിന്തുണയ്ക്കുന്നതാണ് നമ്മൾ കണ്ടത്. മുഖ്യമന്ത്രി തള്ളിപ്പറയാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ബാലൻ പറഞ്ഞത് ഏതാണ്ട് ശരിയാണ് എന്നുള്ള രീതിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അപ്പോൾ മുസ്ലിം കൺസോളിഡേഷനിൽ നിന്നും ഇനി ഒന്നും LDF പ്രതീക്ഷിക്കുന്നില്ല, മുസ്ലിം വിഭാഗത്തിൽ നിന്നും ഒരു വോട്ട് പോലും LDF പ്രതീക്ഷിക്കുന്നില്ല എന്നൊരവസ്ഥയിലേക്ക് ഏതാണ്ട് LDF എത്തിയിരിക്കുന്നു. ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും എന്തെങ്കിലും വോട്ടുകൾ LDFിന് കിട്ടുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ശ്രമം. അത് നഷ്ടമാകാതിരിക്കാൻ വേണ്ടിയാണ് ജോസ് കെ മാണിയെ പിടിച്ചെടുത്തത്. ക്രിസ്ത്യൻ വോട്ടുകൾ BJPക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നെങ്കിൽ അതും തങ്ങൾക്ക് നല്ലതാണ് എന്നൊരു തോന്നൽ CPMനുണ്ടായിരുന്നു. പക്ഷെ നമുക്കറിയാം, കഴിഞ്ഞ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 2900-ഓളം ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ BJP നിർത്തി. 22 പേരാണ് വിജയിച്ചത്. ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് കടന്നു കയറാനുള്ള BJPയുടെ ശ്രമവും പരാജയപ്പെടുന്നത് തന്നെയാണ് നാം കാണുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ ഏതാണ്ട് ഒന്നിച്ച് കേരളത്തിൽ വോട്ട് ചെയ്യുന്നതാണ് 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ഒരു സ്ഥിതിഗതിയിലേക്ക് വരുന്നു. തിരുവിതാംകൂർ പ്രദേശത്ത് 2019 നിലവിലുണ്ടാകുന്ന ശബരിമല സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടായിരുന്ന ഒരു സാഹചര്യം പോലെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. ഇതൊക്കെ സ്വാഭാവികമായും UDFിന് വലിയ വിജയമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ഇരുന്നത്. LDFിന്റെ തന്ത്രങ്ങൾക്ക് 4 മാസമുണ്ട്. അതാത് മണ്ഡലങ്ങളിലെ ശക്തമായ MLA മാർ എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ ഒരു മരുന്ന്. എന്ത് സംഭവിക്കുന്നുള്ളത് നമ്മൾ എന്തായാലും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. വളരെ നന്ദി 4 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.